പറയുകയാണ് എന്തൊക്കെയാണ് ബഡ്ജറ്റിന്റെ ഉള്ളടക്കം എന്നത് സംബന്ധിച്ച്. ഇപ്പോൾ ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷനിൽ നിന്ന് അബ്ദുൽ നാസർ ചേരുന്നു നമ്മോടൊപ്പം. ശ്രീ അബ്ദുൽ നാസർ, വില കൂടിയ വസ്തുക്കളിൽ സ്വർണം, വെള്ളി, ഡയമണ്ട് വില കൂടുമെന്നാണ്, ഇവയൊക്കെ പൊള്ളുന്നൊരു അവസ്ഥയാണ്. തീർച്ചയായും നിങ്ങൾക്കൊരു തിരിച്ചടിയാണോ? സ്വർണ്ണ വ്യാപാര മേഖലയ്ക്ക് ഒരു ചെറിയ നിരാശയാണ് ഈ ബഡ്ജറ്റ് കാണുന്നത്. 15% ഇറക്കുമതി ചുങ്കം ഒരു 12.5% കുറയ്ക്കും, 2.5% കുറയ്ക്കും എന്നുള്ള പ്രതീക്ഷയായിരുന്നു ഞങ്ങൾ വെച്ച് പുലർത്തിയിരുന്നത്. പക്ഷെ അത് കോൺസ്റ്റന്റ് ആയി നിലനിർത്തുകയാണ് ഇപ്പോൾ ചെയ്തത്. പക്ഷെ എങ്കിലും ഇമ്പോർട്ട് ചെയ്യുന്ന ആഭരണങ്ങൾക്ക് 22% നികുതി, അത് 25% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ബഡ്ജറ്റ് ഇമ്പാക്ട് അനുസരിച്ച് ഇന്ന് ഇപ്പോൾ 25 രൂപ സ്വർണ്ണവില ഗ്രാമിൽ വർദ്ധിച്ചിട്ടുണ്ട്. 5275 എന്ന രാവിലെ ഫിക്സ് ചെയ്ത വിലയിൽ നിന്നും ബജറ്റ് ഇമ്പാക്ടിന്റെ അടിസ്ഥാനത്തിൽ 25 രൂപ ഗ്രാമിന് വില കൂടിയിട്ടുണ്ട്. 42,400 രൂപ ഇപ്പോൾ പവൻ വിലയായി വർദ്ധിച്ചിട്ടുണ്ട്. അതാണ് സ്വർണത്തിനുണ്ടായ ഒരു ഇമ്പാക്ട്, അത് തന്നെയാണ്. അതുപോലെ തന്നെ വെള്ളി വിലയിൽ വലിയ വ്യത്യാസമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 5% ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടിയിട്ടുള്ളത്. 69,000 രൂപയായിരുന്നു 1 കിലോ വെള്ളി വില. അത് 3,450 രൂപയുടെ ഒരു വർധനവുണ്ടായി. 72,450 രൂപയാണ് വെള്ളി വില ഇപ്പോൾ കിലോയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതാണ് സ്വർണ്ണ മറ്റ് ഞങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു കാര്യത്തിനും ഗവൺമെന്റ് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ബുള്ളിയൻ പാർക്കോ അല്ലെങ്കിൽ ബുള്ളിയൻ ബാങ്കോ ഇതൊന്നും ഒരു നിലപാടും ഗവൺമെന്റ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്തൊക്കെയായിരുന്നു ഇക്കാര്യത്തിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിലേക്ക് പോയത്? ഞങ്ങൾ പ്രധാനമായും ആവശ്യപ്പെട്ടിരുന്നത് ഇമ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കുക എന്നുള്ളതായിരുന്നു. അത് 15% ആയിരുന്നത്. അത് കള്ളക്കടത്ത് അനാകർഷകമാക്കുന്നതിന് വേണ്ടിയാണ് ഈ നികുതി, ഇറക്കുമതി നികുതി കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടത്. പക്ഷെ ഗവൺമെന്റ് അത് എന്താണ് അതിനെടുത്ത നടപടി എന്ന് അറിയത്തില്ല. നികുതി കുറച്ചിട്ടില്ല. വെള്ളിയ വില കൂടിക്കൊണ്ട് വെള്ളി വില കള്ളക്കടത്ത് തുടരും. കള്ളക്കടത്ത് കൂടരുതെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. കാര്യം പരമ്പരാഗത സ്വർണ്ണ വ്യാപാര മേഖലയ്ക്ക് കുഴപ്പമാണ്. സമാന്തര സ്വർണ്ണ വ്യാപാര മേഖല തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ കള്ളക്കടത്ത് നിരുത്സാഹപ്പെടുത്തി സമാന്തര സ്വർണ്ണ വ്യാപാര മേഖലയെ തച്ചുടച്ചെങ്കിൽ മാത്രമേ ഗവൺമെന്റിന് നികുതി വരുമാനം ഉണ്ടാകൂ. അതുകൊണ്ട് ഈ കള്ളക്കടത്ത് തടയണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. പക്ഷേ ഗവൺമെന്റ് ഒരു നടപടിയും അതിന് സ്വീകരിച്ചിട്ടില്ല. ഇന്നിപ്പോ വില വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം വീണ്ടും അതിലൂടെയും കള്ളക്കടത്തുകാർക്ക് നേട്ടം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളി വിലയും കൂടുന്നു. ചെറുകിട വ്യാപാരികളെ എങ്ങനെയായിരിക്കും ഇത് ബാധിക്കുക? ശ്രീ അബ്ദുൽ നാസർ, അങ്ങ് പറഞ്ഞതുപോലെ ഈ ബജറ്റ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ കേരളത്തിൽ അടക്കം സ്വർണത്തിന് വില കൂടുകയാണ്. ഇന്നലെ 120 രൂപ കുറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് പവന് 200 രൂപ കൂടുകയാണ്. ഈ 2023 ഈ വർഷത്തെ, ഈ സാമ്പത്തിക വർഷത്തെ സംബന്ധിച്ച് നമ്മൾ പരിഗണിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇനിയുള്ള അങ്ങോട്ടുള്ള ഈ ഒരു മൊത്തത്തിൽ ഈ ഒരു വർഷത്തെ പരിഗണിക്കുമ്പോൾ സ്വർണ്ണ വ്യാപാരികൾ, സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ടാകുമല്ലോ, ആ നിലയ്ക്ക് നമ്മുടെ വിപണിയിൽ, സ്വർണ്ണ വിപണിയിൽ ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത അങ്ങ് കാണുന്നുണ്ടോ? തിരിച്ചടി എന്നുള്ളതല്ല, വിലവർദ്ധനവിന് സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മുടെ രൂപയുടെ വിനിമയ നിരക്ക് തന്നെ ദുർബലമാകും എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. 81 രൂപ 80 പൈസയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അത് 82ലേക്കോ 85ലേക്കോ പോകാം എന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇന്റർനാഷണൽ പ്രൈസ് $1925, $30 ആയിട്ടുള്ളൂ. പക്ഷെ 2020 $2077 വരെ പോയപ്പോഴും വില ഇത്രയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് രൂപയുടെ വിനിമയ നിരക്ക് 74 ആയിരുന്നു. ഇന്ന് 82-ന് അടുത്തായിട്ടുണ്ട്. അതുകൊണ്ട് രൂപ ദുർബലമാകുന്നതോടുകൂടി സ്വർണ്ണവില വർദ്ധിക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് നിലനിൽക്കുന്നത്. തീർത്തും ചെറുകിട വ്യാപാരികളെയാണോ ഇത് കൂടുതലായി ബാധിക്കുക? അങ്ങനെ ചെറുകിട എന്നോ ഇടത്തരന്നോ എന്നുള്ള വ്യാപാരമൊന്നുമില്ല. നമ്മൾ ഒരു കിലോ സ്വർണം ബാങ്കിൽ നിന്നും നമുക്ക് ഇന്ന് വാങ്ങിക്കണമെങ്കിൽ 59 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കൊടുക്കണം. ഈ 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കൊടുക്കുന്ന സാധനം തന്നെയാണ് ചെറുകിടക്കാരായിരുന്നാലും കൊള്ളാം, ഇടത്തരക്കാരായിരുന്നാലും കൊള്ളാം, വൻകിടക്കാരായിരുന്നാലും കൊള്ളാം, എല്ലാവരും വാങ്ങിക്കുന്ന ഇതേ റേറ്റിൽ തന്നെയാണ്. ഈ റേറ്റിൽ മേൽ പ്രോഫിറ്റ് ഇട്ടുകൊണ്ട് മാത്രമേ നമുക്ക് വിൽക്കാൻ ഒക്കത്തുള്ളൂ. അതിൽ കുറച്ച് കൊടുക്കുന്നവര് എല്ലാം കള്ളക്കടത്ത് സ്വർണം വരുന്നവരാണ് കൊടുക്കുന്നത്. കാര്യം അവർക്ക് 15% ഇറക്കുമതി ചുങ്കം ലാഭം, അതുപോലെ തന്നെ 3% GST ലാഭം. അവർക്ക് കുറച്ച് കൊടുക്കാനൊക്കും.
അവർക്ക് ഈ ഓഫറുകൾ നൽകി വിൽക്കാനൊക്കത്തുള്ളൂ. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ചില ഓഫറുകൾ വെച്ചുകൊണ്ട് പലരും പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് വലിയ പരസ്യങ്ങൾ ഇന്ന് പത്രങ്ങളിൽ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവരൊക്കെ ഈ ഇങ്ങനെ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാൻ കഴിയുന്നെങ്കിൽ അവർക്ക് കള്ളക്കടത്തായി സ്വർണം കിട്ടണം. എങ്കിൽ മാത്രമേ ഈ രീതിയിൽ വില കുറച്ച് കൊടുക്കാൻ കഴിയൂ. അല്ലാതെ ഒരാളിന് ബാങ്കിൽ നിന്നും എടുക്കുന്ന ഒരു കച്ചവടക്കാരനും, അത് ചെറുകിടക്കാരനായിക്കോട്ടെ വൻകിടക്കാരനായി, ആർക്കും അങ്ങനെ വില കുറച്ച് കൊടുക്കാൻ കഴിയത്തില്ല. 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാങ്ങിക്കുന്ന 1 കിലോ സ്വർണം 58 ലക്ഷം രൂപയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കള്ളക്കടത്ത് സ്വർണത്തിൽ മാത്രമേ ഒക്കൂ. ഒരാൾക്കും അത് കാര്യം ആകെ പണിക്കൂലിയിൽ മേലാണ് ഈ ഇൻഡസ്ട്രി നിലനിൽക്കുന്നത്. ആ പണിക്കൂലി ഏറ്റവും കുറച്ചിട്ടുകൊണ്ട് ഒരാൾ കച്ചവടം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അയാൾക്ക് കള്ളക്കടത്ത് സ്വർണം കിട്ടിയെങ്കിൽ മാത്രമേ കഴിയൂ. അല്ലാതെ ബാങ്കിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു സ്വർണത്തിനും ഒരു ഗ്രാം സ്വർണത്തിനും അങ്ങനെ കൂലി കുറച്ചോ അല്ലെങ്കിൽ വില കുറച്ചോ കൊടുക്കാൻ കഴിയത്തില്ല. ആ കള്ളക്കടത്ത് സ്വർണം മാത്രമാണ് ജനങ്ങൾക്ക് ഈ രീതിയിൽ കുറച്ചു കൊടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അവരെ നിരുത്സാഹപ്പെടുത്തുക എന്നുള്ള ഈ വിപണിക്ക് ഗുണമാവും, ഗവൺമെന്റിന് ഗുണമാവും. സമാന്തര സാമ്പത്തിക മേഖല കെട്ടിപ്പടുക്കുന്ന കള്ളക്കടത്തുകാർക്ക് ഇത് ലാഭം എന്നുള്ളതല്ലാതെ ഗവൺമെന്റിന് ഒരു തരത്തിലുള്ള ലാഭവും ഉണ്ടാകത്തില്ല. ഗവൺമെന്റ് ഒരു റീതിങ്കിങ് ചെയ്യണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. 4-ാം തീയതി ശ്രീ അബ്ദുൽ നാസർ ഒരു കാര്യം, അതായത് ഒരു സംശയം കൊണ്ടാണ്, അതായത് ഈ ഇറക്കുമതി ചുങ്കം ഇങ്ങനെ തന്നെ നിൽക്കുന്നു. 15% കൂട്ടിയിട്ടൊന്നുമില്ലല്ലോ, 15% തന്നെ നിൽക്കുന്നു. പക്ഷെ പിന്നെ എങ്ങനെയാണ് ഈ സ്വർണത്തിന്റെ വില കൂടുന്നത്? അതിന്റെ ഒരു അടിസ്ഥാനം എന്താണ്? ഇന്നിപ്പോഴ് ബജറ്റ് ഇമ്പാക്ട് അനുസരിച്ച് ഇമ്പോർട്ട് ചെയ്ത ഗോൾഡ് ഓർണമെന്റ്സിന്റെ നികുതി നിരക്ക് 22% നിന്നും 25% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആ 3% വർധനവ് ഇന്ന് വന്നിട്ടുണ്ട്. രൂപയുടെ വിനിമയ നിരക്കിൽ ചെറിയൊരു സ്ലൈറ്റ് ഡിഫറൻസും വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇന്ന് ഈ 25 രൂപ വർദ്ധിക്കാനുള്ള കാരണം. മുംബൈ പോലുള്ള വലിയ മാർക്കറ്റുകളിൽ സ്വർണ്ണവില ഉയർന്നിട്ടുണ്ട്. ഏതാണ്ട് ബാങ്ക് റേറ്റും ഏതാണ്ട് 7 രൂപയുടെ വ്യത്യാസം വന്നതായിട്ടാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ട്. അതിന്റെ ഒരു വില വ്യത്യാസമാണ് ഇന്നലെ വന്നിട്ടുള്ളത്. ശ്രീ അബ്ദുൽ നാസർ, ഈ ഒരു വില വർധന എത്ര വരെ പോകും? ഗ്രാമിന് അല്ലെങ്കിൽ പവന് എത്ര രൂപ വരെ എത്തിയേക്കാം? എങ്ങനെ ബാധിക്കുമെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഇനി വില വ്യത്യാസം വരണമെന്നുണ്ടെങ്കിൽ അത് അന്താരാഷ്ട്ര തലത്തിൽ ഡോളറിന്റെ വില വ്യത്യാസം വരണം. ഇന്ന് $1930 അല്ല, ഈ ഒരു ബജറ്റിനെ അടിസ്ഥാനമാക്കി സ്വർണ്ണവില എത്രമാത്രം കൂടും? ബജറ്റിന്റെ ഇമ്പാക്ട് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. 25. ഇനി അന്താരാഷ്ട്ര വിലയെ അനുസരിച്ചും അതിനെ അവലംബിച്ചും ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്കിനെ അടിസ്ഥാനമാക്കി മാത്രമേ വില വ്യത്യാസം വരാനുള്ള സാധ്യതയുള്ളൂ. ഈ ഡയമണ്ടിന്റെ കാര്യത്തിൽ എന്താണ് ശ്രീ അബ്ദുൽ നാസർ അവസ്ഥ? ഡയമണ്ട് ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്നത് റഫ് ഡയമണ്ട് ആണ് ഇറക്കുമതി ചെയ്യുന്നത്. അപ്പൊ അതിൽ വ്യത്യാസം വന്നിട്ടില്ല. ഒറിജിനൽ ഡയമണ്ട് ഇറക്കുമതി ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഒരു ഡയമണ്ട് സ്വർണത്തിന്റെ അതേ നിലവിലേക്ക് ഈ കസ്റ്റംസ് ഡ്യൂട്ടി കൂട്ടിയിട്ടുള്ളത്. മറിച്ച് ഇന്ത്യയിലേക്ക് റഫ് ഡയമണ്ട് ഇറക്കുമതി ചെയ്യുകയും ഇവിടെ കട്ടിങ്ങും പോളിഷിങ്ങും ഇവിടെ നടത്തുകയും ചെയ്യുകയാണ്. അപ്പൊ അതിൽ വലിയൊരു വ്യത്യാസം വന്നിട്ടില്ല. അതിലൊരു തരത്തിലുള്ള വ്യത്യാസവും വന്നിട്ടില്ല. ഡയമണ്ടിന് മാത്രമേ ഉള്ളൂ. ഡയമണ്ട് ഓർണമെന്റ്സ് വിൽക്കുമ്പോൾ ഡയമണ്ട് മാത്രമായിട്ട് ഫിറ്റഡ് ഡയമണ്ട് ആയിട്ട് ഇവിടെ ഇറക്കുമതി ചെയ്യുന്നത് വളരെ കുറവാണ്. അതിന് ഡയമണ്ടിൽ അങ്ങനെ ചെറിയ വ്യത്യാസം വരാൻ വഴിയില്ല. അതെ, അതായത് 1 ക്യാരറ്റ് ഡയമണ്ടിന് 65,000 രൂപയാണ് കേരളത്തിലെ ഇന്നത്തെ വില. അതിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അല്ലേ? 65,000 അല്ലേ? 1.25 ലക്ഷം രൂപ വരെ ഡയമണ്ടിന് ക്യാരറ്റ് വരുവേ വില. ആണോ? 65,000 നേരത്തെ ഒരു 6 മാസം മുമ്പായിരുന്നു വില. ഡയമണ്ടിന്റെ വില ഒന്ന് വ്യത്യാസം വന്നിരുന്നു. 0.2 ഗ്രാം എന്ന് പറയുന്നത് 1 ക്യാരറ്റ് ആണോ? എങ്ങനെയാണത്? അതെ, 200 മില്ലിയാണ് ഒരു ക്യാരറ്റ്. യെസ്. അതിനും കൂടുതൽ വില വരുമെന്നാണ്. ശ്രീ അബ്ദുൽ നാസർ, ഇപ്പോൾ സ്വർണത്തിന്റെ കാര്യമല്ല, പൊതുവെ താങ്കൾ എന്തായാലും ഒരു വാണിജ്യ വ്യവസായ മേഖലയിൽ നിൽക്കുന്ന ആളാണല്ലോ. ഈ ബജറ്റിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്, വിലയിരുത്തുന്നത്? കച്ചവട മേഖല അല്ലെങ്കിൽ വ്യാപാര മേഖലയ്ക്ക് വലിയ തോതിലുള്ള ഇൻസെന്റീവ്സുകളോ ആനുകൂല്യങ്ങളോ ഒന്നും പ്രഖ്യാപിച്ചതായിട്ട് കാണുന്നില്ല ഇതിനകത്ത്. ആകെ കണ്ടുകിട്ടുന്നത് MSMEകൾക്ക്, മൈക്രോ സ്മാൾ മീഡിയം എന്റർപ്രൈസസുകൾക്ക് 95% കണ്ടുകെട്ടിയിട്ടുള്ള തിരികെ നൽകുമെന്നാണ് പറഞ്ഞത്. 100% കണ്ടുകെട്ടിയിട്ടുണ്ടെങ്കിൽ അത് 95% തിരികെ കൊടുക്കുമെന്ന് പറഞ്ഞൊരു ആനുകൂല്യം മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് ബജറ്റ് സ്പീച്ചിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. ചെറുകിട വ്യാപാരി അല്ലെങ്കിൽ MSMEകൾക്ക് അവരുടെ എന്തെങ്കിലും ഡിഫോൾട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ അതിൽ നിന്നും അവരുടെ സമ്പത്ത് കണ്ടുകെട്ടിയിട്ടുണ്ട് പലരുടെയും. അത് 95% തിരിച്ചു കൊടുക്കുമെന്നുള്ള ഒരു ഇൻസെന്റീവ്സ് ധനമന്ത്രി പ്രഖ്യാപിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്.
അതാണ് അതിൽ നിന്ന്. അല്ലാതെ മറ്റ് ഇൻസെന്റീവ്സ് ഒട്ടേറെ ആവശ്യങ്ങൾ വ്യാപാര മേഖല ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഇതിന് ഡെവലപ്പ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നും വന്നിട്ടില്ല ഒരിക്കലും. GST-യുടെ ഒരുപാട് പ്രശ്നങ്ങൾ അതൊന്നും ഇതിനകത്ത് പരിഹരിക്കപ്പെട്ടിട്ടില്ല, അതൊന്നും പറഞ്ഞിട്ടില്ല. ഇനി ഇത് സൂക്ഷ്മ വായനയിൽ ഇനി അറിയാൻ കഴിയുമോ എന്ന് നോക്കണം. അല്ലാതെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലൊന്നും കണ്ടിട്ടില്ല. നമുക്ക് കച്ചവട മേഖല നമ്മൾ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ബുള്ളിയൻ ബാങ്ക് വേണമെന്ന്, അതുപോലെ ജുവലറി പാർക്ക് വേണമെന്ന്. ഇത് തൊഴിലവസരങ്ങൾ വലുതാക്കാൻ വേണ്ടി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ജുവലറി പാർക്കുകൾ അനുവദിക്കണം. അങ്ങനെ അടിസ്ഥാനപരമായ സൗകര്യങ്ങളൊന്നും ഈ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചതായിട്ട് കാണുന്നില്ല. അതാണ് ഗവൺമെന്റ്. നമുക്ക് ഈ ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടി അടിസ്ഥാനത്തിൽ 65,000 കോടി കിട്ടുമ്പോൾ, അതുപോലെ തന്നെ ആഭ്യന്തര മാർക്കറ്റിൽ GST ഇനത്തിൽ 3% നികുതി വരുമാനം വരുന്നതാണ്. ഇതെല്ലാം കൂടുതൽ വരുന്ന ഒരു മേഖലയ്ക്കും അല്ലെങ്കിൽ വ്യാപാര മേഖലയ്ക്ക് പൊതുവായി വലിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നത് പ്രതീക്ഷിച്ചിരുന്നതാണ്. അങ്ങനെ ഒരു ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചതായിട്ട് ബജറ്റിൽ കാണുന്നില്ല. അബ്ദുൽ നാസർ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഫിജി, എനിക്ക് തോന്നുന്നു നമുക്ക് 3 മണിക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടതുള്ളത് കൊണ്ട് മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഫിജി അദ്ദേഹത്തോട്? ഇല്ല, അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു. സ്വർണ്ണ വെള്ളി മേഖലയിൽ നേരിടുന്ന പ്രതിസന്ധിയൊപ്പം വാണിജ്യ വ്യവസായ മേഖലയിൽ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് അദ്ദേഹം വിശദമായി തന്നെ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ നന്ദി ശ്രീ അബ്ദുൽ നാസർ. എന്തായാലും ഫിറോസ്